ഫെർട്ടിലിറ്റിൻ്റെ കേസിൽ മെജോറിറ്റി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കല്യാണത്തിന് പോകുമ്പോൾ, സൽക്കാരത്തിന് പോകുമ്പോൾ ഇതെന്താവുന്നു ആയില്ലേ അല്ലെങ്കിൽ വിശേഷമായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ഫേസ് ചെയ്യാൻ പറ്റാത്തത് കാരണം എവിടെയും പോവാത്ത എത്രയോ പേരുണ്ട്. നമുക്കറിയാം കമ്മ്യൂണിറ്റിയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കുട്ടികൾ എനിക്ക് ആവൂല എന്നുള്ള നെഗറ്റീവ് തോട്ട്സിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ തോട്ട്സിനെ നമുക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ തോട്ട് മാറിയ സമയത്ത് പ്രഗ്നൻ്റ് ആയ കേസുകളുണ്ട്. പർപ്പസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് ഒരാളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വിഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് വേണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതെനിക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ, എന്നാൽ പിന്നെ ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഇതെന്താ എനിക്ക് കരിയർ ക്ലാരിറ്റി വരാത്തത്, വാട്ട് അതേഴ്സ് തിങ്ക്, അവരെന്നെ കുറിച്ച് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ഈ തോട്ട് കാരണം കുറേ കാര്യങ്ങൾ ചെയ്യാതെ നിന്നിട്ടുണ്ട്. ബാക്കിയുള്ള മൈൻഡ് പവർ അല്ലെങ്കിൽ മൈൻഡ് പവർ ക്ലാസ്സസ്, മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസ്സസ് പോലെ തന്നെ ഒന്ന് മാത്രമാണ് മൈൻഡ് ആൻഡ് ഇൻഫെർട്ടിലിറ്റി നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നിർത്തൂടെ നമുക്ക് ശരിക്കും പോലെ. നമ്മൾ ഏറ്റവും ഹാപ്പി നിൽക്കേണ്ട ഒരു ടൈമിൽ നമ്മൾ അറിയുന്നത് ഇനി എനിക്ക് മക്കൾ ഉണ്ടാവില്ല എന്നുള്ളൊരു എടുത്തടിച്ചിട്ടുള്ളൊരു വാക്കാണ്. സോ ആ സമയം നിങ്ങളത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് എന്നുള്ളൊരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ടാക്കിൾ ചെയ്ത് കൊണ്ടുവന്നത്?